Welcome, dear students. Today we are going to see what is meant by a group, different factors influencing group behavior of an individual in an organization, as well as various related terms of group behavior. First, let's see what is meant by a group. Group is defined as two or more individuals interacting and interdependent who have come together to achieve particular objectives. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ടോ അതിൽ കൂടുതലും ഇൻഡിവിജ്വൽസും ഒന്നിച്ച് ഇൻട്രാക്ട് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിങ് എ കോമൺ ഗോൾ. ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എനി നമ്പർ ഓഫ് പീപ്പിൾ ഹു ഷെയർ ഗോൾസ്, often communicate with each other over a period of time, and a very few enough so that each individual may communicate with all the others person to person. സോ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുക മാത്രമല്ല, അവർ തമ്മിൽ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂസ്, അവരുടെ ഐഡിയാസ്, അതേപോലെ അവരുടെ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ബേസിക്കലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് ഇൻട്രാക്ട് ചെയ്യുന്നു, ഇൻ്റർഡിപ്പെൻഡൻ്റ് വർക്ക് ചെയ്യുന്നു, ഒന്നിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിങ് എ കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. There are various types of groups in an organization. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സാണ് ഫോർമൽ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. അതല്ലാതെ ഒരുപാട് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് കൂടെ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ബട്ട് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ബേസിക്കായിട്ട് ഒരു ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ടു ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫോർമൽ ഗ്രൂപ്പ്സ്, ദെൻ ഈസ് ഇൻഫോർമൽ ഗ്രൂപ്പ്. എന്തായിരിക്കും ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? Where individuals come together to do official job structure and job relationship in an organization, it forms a formal group. ഒരു ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ജോബ് സ്ട്രക്ചർ, ഒരു ജോബ് റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെയാണ് ഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എംപ്ലോയീസും മാനേജേഴ്സും അതേപോലെ സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ്, ലീഡേഴ്സ്, അവരുടെ ഫോളോവേഴ്സ്, ഇതൊക്കെ ഫോർമൽ ഗ്രൂപ്പ്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. കാരണം അവർ ഒഫീഷ്യലിയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ചായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഫോർമൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ മാറ്റേഴ്സ് ആയിരിക്കും അവരുടെ ഗ്രൂപ്പിൻ്റെ മെയിൻ ഡിസ്കഷൻ അല്ലെങ്കിൽ മെയിൻ മാറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് informal group. When two or more individuals join together as a group to satisfy their social needs, it becomes informal groups. അവരുടെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് രണ്ടോ അതിൽ കൂടുതൽ ഇൻഡിവിജ്വൽസോ ഒന്നിച്ച് അവർ വരുന്നതെങ്കിൽ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഓഫ് വേരിയസ് വർക്കേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അവരുടെ എന്താ പറയുക, വർക്കേഴ്സ് തന്നെ അവരുടെ കൊളീഗ്സായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് അവർ ഉച്ചയ്ക്കിരുന്ന് ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ബിഹേവിയറാണ്. അവരുടെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഗ്രൂപ്പ് ഇസ് നോൺ ആസ് ഇൻഫോർമൽ ഗ്രൂപ്പ്. ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫോർമൽ ഗ്രൂപ്പിലുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. എന്തുകൊണ്ടാണ് ഇൻഫോർമൽ ഗ്രൂപ്പിലുള്ള ഈ കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ സോഴ്സ് നമുക്ക് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്, ലൈക്ക് അൺട്രൂ സ്റ്റോറീസ്, റൂമേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഒരു റൂമർ ഒരു ഓർഗനൈസേഷനിലുള്ള സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇൻഫോർമൽ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ, ആ സോഴ്സ് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഗ്രേപ്പ് വൈൻ അതുപോലെ തന്നെയാണ്. ആ ഗ്രേപ്പ് വൈൻ്റെ വൈൻസ് അല്ലെങ്കിൽ ആ ശാഖകൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഗ്രേപ്പ് വൈൻ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നവിടെ അറിയപ്പെടുന്നത്. സോ ടു ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഫോർമൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ഫോർമൽ ഗ്രൂപ്പ്സിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ബിറ്റ്വീൻ എ സബോർഡിനേറ്റ് ആൻഡ് ഹിസ് സുപ്പീരിയർ, അല്ലെങ്കിൽ ലീഡർ ആൻഡ് ഫോളോവർ, ഓർ എ മാനേജർ ആൻഡ് ഹിസ് വർക്കേഴ്സ്. ഇനി ഇൻഫോർമൽ ഗ്രൂപ്പിലുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ്
ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇനി ഈ രണ്ട് ബേസിസ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ മറ്റു പല ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻസും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടാസ്ക് ഗ്രൂപ്പ്. പീപ്പിൾ വർക്കിംഗ് ടുഗെദർ ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് എ പെർട്ടിക്കുലർ ടാസ്ക് ഫ്രം an organization forms a task group. ഏതെങ്കിലും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യാനോ ആണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഫോം ചെയ്ത ഗ്രൂപ്പ്സിനെയാണ് ടാസ്ക് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. അനദർ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഇസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. പീപ്പിൾ വിത്ത് കോമൺ ഇൻട്രസ്റ്റ് ലൈക്ക് മെയിൻറ്റെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് വർക്കിംഗ് കണ്ടീഷൻസ്, recreational facilities, providing employee services, etc. form an interest group. ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിൽ ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവാം. ചിലവർക്ക് ഇതേപോലുള്ള ഒരു കുറച്ച് എംപ്ലോയി വെൽഫെയർ മെഷേഴ്സ് വേണമെന്ന് ആവശ്യമുള്ളവരുണ്ടാവും. അങ്ങനെ ഒരുപാട് സെയിം ചിന്താഗതിക്കാരുണ്ടാവും. അപ്പോൾ അവരവരുടെ കോമൺ ഇൻട്രസ്റ്റ് അനുസരിച്ചായിട്ടാണ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതായത് കോമൺ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പീപ്പിൾ എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. Another type of group ആണ് friendship group. When people with similar characteristics form groups, it becomes friendship group. കുറച്ചുകൂടെ സോഷ്യൽ നീഡ്സ് മാത്രമല്ല അല്ലെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് മാത്രമല്ല, സെയിം ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പോസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് വർക്കേഴ്സിൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, അതിനൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൻ്റെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യാം. Another is primary groups. Primary groups are those groups formed by people having a feeling of companionship, loyalty and common sense of values. Example, family member. അതായത് പ്രൈമറി ആയിട്ട് നമുക്ക് ബേസിക്കലി ഒരു ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂയിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുന്നേ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ആദ്യം ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെയാണ് പ്രൈമറി ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പർ ആവുകയാണ്. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ഫാമിലിനെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അഡോക് ഗ്രൂപ്പ്സ്, ഓർ വി ക്യാൻ സേ കൊലീഷൻസ്. അഡോക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സിനെയാണ് അഡോക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ടാസ്ക് ഗ്രൂപ്പ്സ് ആക്ച്വലി ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് അഡോക് ഗ്രൂപ്പ്സ്. കാരണം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് ഡിസോൾവ് ചെയ്ത് കളയുന്നു. സോ അഡോക് ഗ്രൂപ്പ്സ് ഫോം ടു അച്ചീവ് സ്പെസിഫിക് ടാസ്ക് ഓർ ഗോൾസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൊലീഷൻസ്. ദീസ് ആർ ദ വേരിയസ് സബ് ഗ്രൂപ്പ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ബേസിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് രണ്ടെണ്ണമായിരുന്നു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അതല്ലാതെ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സോടെ നമുക്ക് ഓർഗനൈസേഷനിൽ കാണാൻ വേണ്ടി സാധിക്കും. ദേ ആർ ടാസ്ക് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, primary group as well as ad hoc groups. Okay, now let's see some of the factors influencing group behavior. When individuals with different skills, knowledge and ideas come together and work together, the outcome is more appreciable than individual efforts. The factors that influence the group behavior as follows: group member resources, knowledge, skill and abilities, group structure as well as group പെർഫോമൻസ്. ബേസിക്കലി ഇതെല്ലാം എക്സ്റ്റേണൽ കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ് ബിഹേവിയറിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ കണ്ടീഷൻസ്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് നോക്കാം. ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് an environment for working in the groups. Organization policies, rules, regulations, authority, structure, reward system, performance monitoring and organization culture affects the group performance. ബേസിക്കലി ഒരു ഇൻഡിവിജ്വലിൻ്റെ അകത്തില്ലാത്ത അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ കണ്ടീഷൻസിനും അവരുടെ ഗ്രൂപ്പ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് നോക്കിക്കേ. ഓർഗനൈസേഷണൽ പോളിസി ആയിരിക്കാം, റൂൾസ് ആയിരിക്കാം, റെഗുലേഷൻസ് ആയിരിക്കാം, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതോറിറ്റി പവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഡിഫറെൻറ്റ് സ്ട്രക്ചർ, അതായത് ഡിഫറെൻറ്റ് ഹൈറാർക്കീസ് ദാറ്റ് ഫോളോ ഇൻ ആൻ ഓർഗനൈസേഷൻ, ഡിഫറെൻറ്റ് റിവാർഡ് സിസ്റ്റം, പെർഫോമൻസ് മോണിറ്ററിങ്, ഓർഗനൈസേഷണൽ കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ദാറ്റ് അഫക്റ്റ് ദി ഗ്രൂപ്പ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. Second point is that
ഗ്രൂപ്പ് മെമ്പർ റിസോഴ്സസ് ടു ക്രിയേറ്റ് സിനർജി. സിനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സിനർജിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. സിനർജി എന്ന് പറയുമ്പോൾ 1+1 is not 2, that is 1+1 is 3. ആ ഒരു രീതിയിൽ എഫേർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് 1+1 എന്ന് പറയുമ്പോൾ 3, അതായത് ഡബിളായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ 3 times ബെറ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിനെയാണ് നമ്മൾ സിനർജി എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനല്ല, കുറച്ചുകൂടെ എൻതൂസിയാസ്റ്റിക്, കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമുക്ക് സിനർജി എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. സിനർജിയിൽ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിനെ സിനർജി എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ടു ക്രിയേറ്റ് സിനർജി ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് റിസോഴ്സസ്. ഈ സിനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവണം. വർക്ക് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് റിസോഴ്സസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ദ റിസോഴ്സസ് ഇൻക്ലൂഡ് നോളജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റി ഓഫ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഗ്രൂപ്പ്. These abilities set parameters for what members can do and how effectively they perform in the group. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുക, അതിൽ ഞാനൊരു ഗ്രൂപ്പ് മെമ്പറാണ്. ബട്ട് എന്നെ പോലെ കറക്റ്റായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്കില്ലും നോളജും എബിലിറ്റിയും ടാലൻറ്റും ഒന്നും ഇല്ലാത്ത ആളുകളാണ് എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എങ്കിൽ എനിക്ക് എൻ്റെ ടാലൻസും അതേപോലെ നോളജും എബിലിറ്റിയും ഒന്നും പുറത്തെടുത്ത് വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. സോ ഞാൻ ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ഗുഡ് നോളജ് അല്ലെങ്കിൽ സ്കിൽ, എബിലിറ്റി, ഇങ്ങനെയുള്ള എൻ്റെ പേഴ്സണൽ ടാലൻസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ടാലൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിഫറെൻറ്റ് റിസോഴ്സസ് നമുക്ക് സഫീഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ആയിരിക്കണം നമ്മൾ ഫോം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഗ്രൂപ്പിലുണ്ടാകുന്ന മെമ്പേഴ്സിൻ്റെ റിസോഴ്സസ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ആ ഗ്രൂപ്പിൽ എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ സെക്കൻഡ് വൺ അതായിരുന്നു ഗ്രൂപ്പ് മെമ്പർ റിസോഴ്സസ്. ഗ്രൂപ്പ് മെമ്പർ റിസോഴ്സിൽ വരുന്നതാണ് നോളജ്, സ്കിൽ ആൻഡ് എബിലിറ്റി. ബേസിക്കലി ഒരു ഇൻഡിവിജ്വലിൻ്റെ റിസോഴ്സിനെ കുറിച്ചാണ് അവർ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് വൺ ഇസ് ഗ്രൂപ്പ് സ്ട്രക്ചർ. എന്താണ് ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് നോക്കാം. എ ഗ്രൂപ്പ് consists of number of individuals with a well-defined structure. Group structure shapes the behavior of individual members and it helps in understanding, explaining and predicting the behavior of individuals within the group as well as group as a whole. The factors that influence this group behavior are size of the group, composition of the group, etc. There are various factors included in a group structure, that is group norms, group roles as well as group cohesiveness. So basically group structure എന്ന് പറയുന്നത് ഏതൊരു രീതിയിലാണ് ആ ഗ്രൂപ്പിൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഈക്വലായിട്ടാണോ ആ ഗ്രൂപ്പിൽ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലൊരു ലീഡറുണ്ടോ, അവരുടെ താഴെ അവരുടെ കമാൻഡ്സൊക്കെ കേൾക്കുന്ന കുറച്ച് വർക്കേഴ്സ് ഉണ്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചില ഓർഗനൈസേഷനിൽ ഒരു ഹൊറിസോണ്ടൽ വേയിലായിരിക്കും ഗ്രൂപ്പ് പോകുന്നത്, ബട്ട് ചില ഓർഗനൈസേഷനിൽ ഗ്രൂപ്പ് സ്ട്രക്ചർ ഒരു വേർട്ടിക്കൽ ഫോമിലായിരിക്കും, ഒരു ഹൈറാർക്കി ഫോളോ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓരോ ഗ്രൂപ്പിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടോ അതനുസരിച്ച് ഈ ഗ്രൂപ്പ് സ്ട്രക്ചറിൻ്റെ സൈസും കമ്പോസിഷനൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന 2-3 എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ് ഗ്രൂപ്പ് നോംസ്, ദെൻ ഗ്രൂപ്പ് റോൾ ആസ് വെൽ ആസ് ഗ്രൂപ്പ് cohesiveness. ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് മെൻ ബൈ ഗ്രൂപ്പ് നോംസ്. Group norms influence the group behavior. The rules followed by a group are called its norms. ഒരു ഗ്രൂപ്പിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ റെഗുലേഷൻസ് ഉണ്ടാവും. ആ ഗ്രൂപ്പ്സിലുണ്ടാവും. അത് ഇൻഫോർമൽ ഗ്രൂപ്പിൽ മെയിൻലി ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ബട്ട് ഒരു ഫോർമൽ ഗ്രൂപ്പ്സിലാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ടാവും. അങ്ങനെയുള്ള റൂൾസിനെയാണ് ബേസിക്കലി ഗ്രൂപ്പ് നോംസ് എന്ന് വിളിക്കുന്നത്. They are to be followed by all group members. It may be the common belief, attitude and feeling shared by the group members. All groups have fixed and commonly accepted group norms. They direct the individuals and prescribe guidelines as well as code of conduct in providing the order and conformity of group activities. So ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ റൂൾസിനെയാണ് ഗ്രൂപ്പ് നോംസ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് നോംസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ്, കോമൺ ഗോൾസ് വളരെ ഈസി ആയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ കുറച്ച് ആളുകൾ ഗ്രൂപ്പ് നോം ഫോളോ ചെയ്യുന്നു, കുറച്ച് പേര് ഫോളോ ചെയ്യുന്നില്ല, അവരവരുടെ ഇഷ്ടത്തിനാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എഫക്റ്റീവായിട്ടൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വേരിയസ് നോംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഫോർ ദ ടൈം ബീങ് അറിഞ്ഞിരിക്കുക ഗ്രൂപ്പ് സ്ട്രക്ചറിൽ വരുന്നൊരു പോയിൻ്റാണ് ഗ്രൂപ്പ് നോംസ്.
norms. Next is group role. It is the next factor that influences a group behavior. Members of a group play different roles in a group. Role identity, perception, expectation, inaction, and role conflict at activities performed by group members. Every member is expected to adjust his behavior to the group norms. The behavior of members shall conform to the expectations. Both positive and negative actions are taken to pressurize individuals to do according to the group norms. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിന് ഡിഫറെൻറ്റ് റോൾസ് ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ബേസിക്കലി ഒരു ഫോമൽ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ലീഡർ ഉണ്ടാവും. അവരുടെ തൊട്ട് താഴെ വർക്ക് ചെയ്യുന്ന കമാൻഡ്സൊക്കെ ഡയറക്റ്റായിട്ട് സ്വീകരിക്കുന്ന കുറച്ച് വർക്കേഴ്സ് ഉണ്ടാവും. അവരെ എന്ത് ചെയ്യുന്നു, അവരുടെ ലോവർ ലെവൽ വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് റോൾസ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കണം എല്ലാ ഓർഗനൈസേഷനിലും ഗ്രൂപ്പ് ഹൈറാർക്കി പോകുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ആ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ സൈസൊക്കെ അനുസരിച്ച് ഈ ഗ്രൂപ്പ് കമ്പോസിഷൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പ് റോളിൽ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുക്കുമ്പോൾ അത് അവർ കറക്റ്റായിട്ട് പെർഫോം ചെയ്യണം. ഇനി അങ്ങനെ പെർഫോം ചെയ്തില്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയിലുള്ള ആക്ഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. പോസിറ്റീവ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആക്ഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് അവരെ കറക്റ്റായിട്ട് ആ ഗ്രൂപ്പ് റോള് പെർഫോം ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ നെഗറ്റീവ് ആക്ഷൻസ്, അതായത് കുറച്ച് പണിഷ്മെൻറ്റ്സ്, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് പേടിപ്പിച്ചിട്ടൊക്കെ നമുക്ക് ഈ റോൾ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ബട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് വേയിൽ അവർ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ ഗ്രൂപ്പ് റോൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. Next is group cohesiveness. It is a degree to which group members are attached to each other and motivated to stay in the group. It reflects the degree of closeness that members of group feel for one another. Group cohesiveness എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പറിന് മറ്റേ മെമ്പറായിട്ട് എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, അതിനെയാണ് നമ്മൾ ബേസിക്കലി ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇമോഷണലി അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒന്നിച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ സ്റ്റേ ചെയ്യാനും അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുള്ളൂ. അതല്ലാതെ ഒരാൾക്കൊരു വേറൊരു ആറ്റിറ്റ്യൂഡാണ്, വേറൊരു ബിഹേവിയർ ആണെങ്കിൽ ഒരിക്കലും അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ എങ്ങനെയെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാനേ അയാൾ ശ്രമിക്കുള്ളൂ. A last factor influencing a group behavior is group processes. The group processes helps in systematic handling of activities like forming appropriate communication patterns, leadership behavior, decision making, intergroup behavior, and group cohesiveness. This increases the productivity. This is exhibited through social facilitation, affects synergy in group, and social loafing. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത്, ഏത് ആക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്, അതിനുള്ള നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് തന്നെ ആ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കാര്യങ്ങൾ മനസ്സിലായി നോക്കണം. അതിനെ പെർഫോം ചെയ്യാനുള്ള ഡിഫറെൻറ്റ് റിസോഴ്സസ്, സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ദെൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം. റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണോ വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. അപ്പോൾ ഈ ഗ്രൂപ്പ് പ്രോസസ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റ്, സിനർജി, സോഷ്യൽ ലോഫിംഗ് എന്നൊക്കെ പറയുന്നത്. എന്താണ് സിനർജി എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ടെൻഡൻസി ഫോർ ഇംപ്രൂവ് പെർഫോമൻസ് ഇൻ അതേഴ്സ് പ്രസൻസ്. അതായത് മറ്റുള്ളവർ നിന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഞാൻ നന്നായിട്ട് അവരെങ്ങോട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിനെയാണ് ബേസിക്കലി സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. സിനർജി ഒന്നുകൂടെ പറയുന്നുണ്ട്. സിനർജി aims at bringing a better and more overall performance rather than produced as a single person. അതായത് ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ ഞാൻ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യും, ഇപ്പം ഞാനൊരു ഗ്രൂപ്പിലാണ് ഉള്ളത്, അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഗോൾ അനുസരിച്ച് എൻ്റെ പെർഫോമൻസ് കൂടെ ഞാൻ കൂട്ടണം എന്നുള്ളൊരു വിചാരം അവർക്ക് വരും. അതിനെയാണ് ബേസിക്കലി സിനർജി എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കുന്നു, അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്കം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. Then social loafing, it is the possibility that individual efforts may be lower and not up to the expectation when taken as whole. This may be due to the improper division of work, less conformity and cohesiveness among the group members. ഇനി
ചില കേസിൽ ചില എംപ്ലോയീസ് വിചാരിക്കും ഞാൻ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഇൻഡിവിജ്വലി ഇത്തരം വർക്ക് ചെയ്തു, ഗ്രൂപ്പിൽ അതിലും കുറച്ച് വർക്ക് ചെയ്താലും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, പെട്ടെന്ന് ആരും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല, അധികം എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് എപ്പോഴും ലോ ആയിരിക്കും. അതായത് ഇൻഡിവിജ്വലി അവർ എത്രയാണോ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് എപ്പോഴും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് അതിലും കുറവായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കുന്ന വർക്കേഴ്സ് ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടെ ഇന്നെഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ഔട്ട്കം വളരെ കുറവായിട്ട് നമുക്ക് കിട്ടുന്നു. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ നമ്മൾ ഒരിക്കലും ഇടവരുത്തരുത്. അതെപ്പോഴും നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഗ്രൂപ്പ് ബിഹേവിയറൽ ഗ്രൂപ്പ് ആക്ഷൻസൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സോഷ്യൽ ലോഫിംഗ് ആണോ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സിനർജി ആണോ ഉള്ളതെന്നുള്ള കാര്യമൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ദീസ് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എ ഗ്രൂപ്പ് ബിഹേവിയർ. അതിൽ നമ്മൾ തേർഡ് പോയിന്റ് ഗ്രൂപ്പ് സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു ഗ്രൂപ്പ് നോംസ്. ഗ്രൂപ്പ് നോംസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗ്രൂപ്പ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അതായത് ഒരു ഗ്രൂപ്പിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ ഗ്രൂപ്പ് നോംസ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് നോംസിന് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആസ് പേഴ്സണാലിറ്റി റിവീൽസ് എ പേഴ്സൺസ് ക്യാരക്ടറിസ്റ്റിക്സ്, നോംസ് റെപ്രസെൻറ്റ് ദി ഗ്രൂപ്പ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും ബേസിക്കലി ഗ്രൂപ്പ് നോംസിനും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ദെൻ നോംസ് ആർ ബേസിസ് ഓഫ് ബിഹേവിയർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദി ഗ്രൂപ്പ്. അതായത് മെമ്പേഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ആ ഗ്രൂപ്പിലുള്ള നോംസ് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവർ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് നോം ഇസ് ദാറ്റ് നോട്ട് ടു ക്രിട്ടിസൈസ് വൺ അനദർ ഇൻ പബ്ലിക്. മറ്റുള്ള ഒരാളെ പബ്ലിക്, അതായത് എല്ലാവരും കാണുകയെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം നമുക്ക് പറയാനുണ്ടെങ്കിൽ അയാളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി പറയാം. അത് ആക്ച്വലി നമ്മൾ ഗ്രൂപ്പിൽ ഫോളോ ചെയ്യേണ്ട ഒരു നോമാണ്. ദെൻ നോംസ് ആർ ബേസിസ് ഫോർ പ്രഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഡറോ മാനേജറൊക്കെ ഉണ്ടെങ്കിൽ ഈ നോംസ് അനുസരിച്ചാണോ ആളുകൾ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോംസ് അനുസരിച്ച് നമ്മൾ പെർഫോമൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ആ ഗ്രൂപ്പ് ലീഡേഴ്സിന് നോംസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദെൻ നോംസ് ആർ ടു ബി ഫോളോഡ് ബൈ മെമ്പേഴ്സ്. ഒന്നോ രണ്ടോ പേർക്കോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ 2-3 ഇൻഡിവിജ്വൽസിന് വേണ്ടി മാത്രമുള്ള കാര്യമല്ല ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ റൂൾ അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ലീഡർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ലോവർ ലെവലിൽ വരുന്നവരായിക്കോട്ടെ, ആക്ച്വലി ഗ്രൂപ്പിൽ പെർഫോം ചെയ്യുന്നവരായിരിക്കോട്ടെ, എല്ലാവരും ഈക്വലി ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഗ്രൂപ്പ് നോംസ് എല്ലാ മെമ്പേഴ്സും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അതിന് ഡീവിയേഷൻസ് വരാൻ വേണ്ടി ഒരു ഇടവരുത്തരുത്. നോംസ് റിഫ്ലക്ട് ദ വാല്യൂസ് ആൻഡ് എത്തിക്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ബിഹേവിയറിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ദാറ്റ് വി ഹാവ് ടു ഡു ഇൻ ആൻ ഓർഗനൈസേഷൻ, ആ ഒരു കാര്യമാണ് ബേസിക്കലി നോംസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. These are written formal norms to be followed by employees and members of the group. Most of the cases ഫോമൽ ഗ്രൂപ്പ്സിലാണെങ്കിൽ ഈ നോംസൊക്കെ വളരെ റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ ഫോമലായിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെല്ലാം എല്ലാവരും ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും, ലീഡേഴ്സും മാനേജേഴ്സും എംപ്ലോയീസ് എല്ലാവരും ഫോളോ ചെയ്യണം. ബട്ട് ചില ഇൻഫോർമൽ ഗ്രൂപ്പ്സിൽ നമ്മൾ ജസ്റ്റ് വെർബലി പറയുന്ന ടൈപ്പ് നോംസ് ഉണ്ട്. അതായത് അൺറിട്ടൺ ആയിട്ടുള്ള ഇൻഫോർമൽ നോംസും ഉണ്ട്. അപ്പോൾ അതായത് നോട്ട് ടോക്ക് വിത്ത് വൺ അനദർ ഇൻ ബിറ്റ്വീൻ മീറ്റിംഗ്. എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. ആ ഡിസ്കസ് ചെയ്യുമ്പോൾ ആരാണോ സംസാരിക്കുന്നത് അവർ നമ്മൾ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ആക്ച്വലി ഇൻഫോർമലായിട്ട് നമ്മൾ ആർക്കും എഴുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ഇൻഫോർമലായിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോമൽ നോംസ് ആൻഡ് informal norms. Now let's see some of the common norms followed by different groups in an organization. First one is performance norms. This is the most common norm that is applicable to many groups. Usually the group leaders provide norms as to how work shall be done, what hard work has to be done, how job has to be done, and the output is to be achieved. Those workers who work below the group norm are informed informally and encouraged to produce better results, and those who perform more than expectation and above upper acceptable limit
ഇസ് ഓൾസോ എൻകറേജ്. പെർഫോമൻസ് നോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് പറഞ്ഞു കൊടുക്കുവാണ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, എത്രത്തോളം വർക്കാണെന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ റിവാർഡ് കിട്ടും, വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പണിഷ്മെൻ്റ് ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ അവരെങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എൻകറേജ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയുള്ള പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോംസിനെയും നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും, പെർഫോമൻസ് നോംസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. Second one is appearance norms. These are norms denoting the dress code, loyalty to the work group and as an organization. Loyalty and confidentiality are other appearance norms. Basically, appearance norms എന്ന് പറയുമ്പോൾ ഡ്രസ് കോഡ് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അപ്പിയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പിയറൻസ് നോംസിലെ ഡ്രസ് കോഡ് മാത്രമല്ല, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ എൻ്റർപ്രൈസിനോട് ഉണ്ടാവേണ്ട കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ ലോയാലിറ്റിയും കൂടെ നമുക്ക് അപ്പിയറൻസ് നോംസ് ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഇവിടെ നമ്മുടെ ഓർഗനൈസേഷനിൽ പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മൾ ആർക്കും പുറത്തോട് അറ്റ്ലീസ്റ്റ് ഫാമിലി മെമ്പേഴ്സിനോട് പോലും നമ്മളത് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കോമ്പറ്റേറ്റീവ് ഫേംസിനോടൊന്നും നമ്മളത് വെളിപ്പെടുത്താൻ വേണ്ടി പാടില്ല. അതൊക്കെ ലോയാലിറ്റി നോംസിനെ വയലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ അപ്പിയറൻസ് നോംസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. Next is arrangement norms. These norms exist in the informal work groups where people have food, friendship, on-off job, social games and like. Usually this regulates the social interactions within the groups. Arrangement norms എന്ന് പറയുമ്പോൾ കുറച്ച് സോഷ്യൽ നോംസിനെയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് നോംസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻസിന് എൻകറേജ് ചെയ്യുന്ന ഡിഫറെൻറ്റ് നോംസ് ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള നോംസിനെയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് നോംസ് എന്ന് വിളിക്കുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷനെയാണ് അത് കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുന്നത്. സെക്കൻഡ് ലാസ്റ്റ് വൺ ഇസ് behavior norms. These norms regulate the day-to-day behavior of individuals at work, punctuality, completion of work on time, tidy, calm, patience. അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് ഫോളോ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ബിഹേവിയറൽ നോംസ് ആണ്. ഏതൊക്കെയാണ്? പങ്ക്ച്വാലിറ്റി, കറക്റ്റായിട്ട് സമയത്ത് എത്തുക, അല്ലെങ്കിൽ പഞ്ച് ചെയ്യാൻ പറയുമ്പോൾ പഞ്ച് ചെയ്യുക, ദെൻ കുറച്ചുകൂടെ കാമായിട്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, പേഷ്യൻസ് ഉണ്ടാവണം. ഇതൊക്കെ ഒരു ബിഹേവിയറൽ നോംസ് ആണ് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് അലൊക്കേഷൻ ഓഫ് റിസോഴ്സ് നോംസ്. ദീസ് നോംസ് ഒറിജിനേറ്റ് ഇൻ ഗ്രൂപ്പ് ഓർ ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് കവർ തിങ്സ് ലൈക്ക് പേ, അസൈൻമെൻറ്റ് ഓഫ് ടിപ്പിക്കൽ ജോബ്സ് ആൻഡ് അലൊക്കേഷൻ ഓഫ് ന്യൂ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഇതൊക്കെയാണ് പേ സ്കെയിൽ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ജോബ്സ് ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ മെറ്റീരിയൽ, മണി, അങ്ങനെയുള്ള അതേപോലെ മെഷീനറി, അങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് അലൊക്കേഷൻ ഓഫ് റിസോഴ്സ് നോംസ്. ദീസ് ആർ ദ വേരിയസ് കോമൺ നോംസ് ദാറ്റ് വി ഹാവ് ടു ഫോളോ ഇൻ ആൻ ഓർഗനൈസേഷൻ. I hope you all understood. Thank you so much, girls.